Manju's Foodies setലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മെക്സിക്കൻ ഡെസേർട്ട് ആണ്. യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ലെച്ചസ് കേക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫയർലെസ് വേർഷനാണ്. ലെച്ചസ് കേക്കിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷനാണിത്. ഇതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് ലെച്ചസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഡെസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ലെച്ചസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്കിന് പകരം ഇതിൻ്റെ ബേസായിട്ട് ബ്രെഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സൂപ്പർ മോയ്സ്റ്റി ആയിട്ടുള്ള കേക്ക് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രെഡിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഏത് ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിൽ ഫില്ലാവുന്ന രീതിയിൽ ഉള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ബ്രെഡ് എടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ 4 സൈഡിലുമുള്ള ഈ ഒരു ബ്രൗണിഷ് പാർട്ട് ഉണ്ടല്ലോ, ഇത് നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ഈ കട്ട് ചെയ്ത പാർട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ മുന്നേ ഒരു ബ്രെഡ് വെച്ചിട്ട് അബലോസ് പൗഡർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സാൻഡ്വിച്ചിനോ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും റെസിപ്പിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ പാർട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അബലോസ് പൗഡർ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നമ്മളിവിടെ മുഴുവനായിട്ടും ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് ബൗളിലാണോ അല്ലെങ്കിൽ ട്രേയിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇറക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഫില്ലാവുന്ന രീതിയിൽ ഞാൻ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നല്ലതുപോലെ ഫില്ലായിട്ട് ഇരിക്കണം, അത്രേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ലെയറാണ് ചെയ്തിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട്. നമുക്ക് 3 or 4 ലെയർ വരെ ബ്രെഡ് വെച്ച് ചെയ്തെടുക്കാം. ഇതിൽ കൂടുതൽ തിക്നെസ്സിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു തിക്നെസ്സാണ് പാകം. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബേസ് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിൽക്ക് മിക്സ് റെഡിയാക്കി എടുക്കണം. ആ ഒരു മിൽക്ക് മിക്സ് വന്നാൽ മാത്രമേ ഇത് ലെച്ചസ് കേക്കായി മാറുള്ളൂ. ലെച്ചസ് കേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ 3 types ഓഫ് മിൽക്ക് മിക്സ് ചെയ്തെടുക്കുന്ന കേക്കാണ്. അപ്പോൾ 3 types ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവാപ്പറേറ്റഡ് മിൽക്ക്, ദെൻ മിൽക്ക് മെയ്ഡ്, പിന്നെ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഈ 3 മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ സോക്കി മിക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. സോക്കി മിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിൻ്റെയും വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് അതല്ലെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ സിമ്പിളാണ്. നമുക്കൊരു 1.5 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ച് 1 കപ്പായിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അത് ഒട്ടും പാടയൊന്നും കെട്ടാതെ ഒന്ന് അരിച്ചിട്ട് എടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുത്ത മിൽക്കാണിത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സാധാരണയായിട്ട് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിന് പകരം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോക്കനട്ട് മിൽക്കാണ്. 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിത് കേക്കിലും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് ഒട്ടും പറ്റാത്തവരാണെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ യൂസ് ചെയ്യാം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അപ്പോൾ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് ആണ്. ഇത് കളർലെസ് എസൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എസൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതുവേലും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അല്പം ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മിൽക്ക് മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇത് നന്നായിട്ട് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം ബ്രെഡിനെ. ഇതുപോലെ കുറേശ്ശെയായിട്ട് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ മിൽക്ക് മിക്സിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ കഴിക്കുന്ന നേരത്ത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടാണ് കഴിക്കുക. ഇപ്പോൾ ബ്രെഡൊക്കെ ഇങ്ങനെ സോഫ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി സോഫ്റ്റായി നന്നായി സെറ്റായി കിട്ടുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു മിക്സ് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ ലോ സ്പീഡിലേക്ക് ഇട്ടിട്ട് ചെയ്യുക, പിന്നീട് പതിയെ സ്പീഡ് കൂട്ടിയിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ചെയ്തെടുക്കാം. ഇതിപ്പം ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ക്രീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതുപോലെ ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഒട്ടും താഴോട്ട് വീഴാത്ത ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുക്കുക. ഇതിപ്പോൾ 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് മിക്സാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് നമുക്ക് ഒരു ലെയർ, ഒരു കോട്ടിംഗ് ആക്കിയെടുക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ബ്രെഡ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഫുള്ളായി ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരുപാട് തിക്നെസ്സിലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ലെയർ, ഒരു ചെറിയൊരു കോട്ടിങ് അത്ര മാത്രം മതി. ബ്രെഡ് നമ്മൾ ഒന്ന് സെറ്റാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം വിപ്പിംഗ് ക്രീം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പുറത്ത് വെക്കരുത്. അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ പുറത്തെടുത്താൽ മതി. ഇതിപ്പോൾ മുകളിൽ ഒരു ചെറിയൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നോസിൽ സ്റ്റാർ നോസിലാണ്. നിങ്ങൾക്കിപ്പോൾ സ്റ്റാർ നോസിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് ഷാർപ്പ് എഡ്ജ് വരുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണ്ടാ ചെയ്തെടുക്കാം കേട്ടോ. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലവർ ഇതിൻ്റെ മുകളിലേക്ക് റോസ് പെറ്റൽസൊക്കെ ചേർക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സെൻറ്ററിൽ ഒരു ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫയർലെസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്കത് പതിയെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നല്ല സൂപ്പർ മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി ഇത് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് അല്പം കൂടി ബാലൻസ് ഉള്ള ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. അതെല്ലാം തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മിക്സ് കേക്കിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒഴിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.